ഇത് കേൾക്കാനുള്ള ഒരു യോഗ്യത ഇപ്പൊ നിങ്ങൾക്കുണ്ട് അല്ലേ? ശരിയല്ലേ? എന്ന് വെച്ചാ അതിന്റെ അർത്ഥം നിങ്ങളിൽ എവിടെയോ ഒരു അർജുനൻ പേഴ്സണാലിറ്റി ഉണ്ട്. സത്യം, വെറുതെ ഞാൻ നിങ്ങളെ പോയിട്ടാൻ വേണ്ടി പറഞ്ഞല്ല, എവിടെയോ ഒരു അർജുനൻ പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ എനിക്ക് വിശദീകരണം ഒന്നും പാടില്ല. വിശദീകരിച്ചാൽ നമ്മള് ആർഗ്യുമെന്റിലേക്ക് പോകും. യെസ് ഓർ നോ മാത്രം മതി. അതായത് ധർമ്മമാണോ ധർമ്മമാണോ അധർമ്മം, ധർമ്മോ അധർമ്മം. ഭഗവത്ഗീത വിശ്വാസികൾക്ക് ഉള്ളതല്ല എന്നാ പറയുന്നത്. എന്തെന്ന്? ഭഗവത്ഗീത വിശ്വാസികൾക്കുള്ളതല്ല. ഒരു 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 നെഞ്ചു തകർക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആട്ടത്. ഭഗവത്ഗീത വിശ്വാസികൾക്കുള്ളതല്ല, വിജ്ഞാനികൾക്കുള്ളതാണ്. വേണമെങ്കിൽ ഒന്ന് കൈകരിക്കാം. അതുകൊണ്ടാണ് ഈ ബുദ്ധിസത്തിന്റെ അത്ര പ്രചാരം ഹിന്ദുസത്തിന് കിട്ടാതിരുന്നത് വേൾഡ് വൈഡ്. കാരണം ഗീത അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അത്രയും ഇന്റലക്ച്വലി എന്താവണം? ഹൈ ആവണം. ബുദ്ധിസം വളരെ സിമ്പിൾ ആണ്. എന്ത്? ലോകത്ത് മിസറി ഉണ്ട്, പ്രശ്നമുണ്ട്, അതിന് സൊല്യൂഷൻ ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഗീത അങ്ങനെയല്ല. ഗീത ഒരു കുറേയും കൂടി ഡെപ്തിൽ പോയാലേ മനസ്സിലാവും.